ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻസിൻ്റെ വീഡിയോസാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഓർമ്മയാണ് പുൽക്കൂട്. ഇവിടെ എൻ്റെ പുൽക്കൂട് വളരെ ചെറുതാണ്. ഈ ഉണ്ണീശോയെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നതാണ്. പുൽക്കൂട് നേരത്തെ വയ്ക്കുമെങ്കിലും ക്രിസ്മസിൻ്റെ അന്ന് ഉണ്ണിയേശു പിറന്നതിന് ശേഷമാണ് ഞാൻ ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ കിടത്തുന്നത്. പുൽക്കൂടിൻ്റെ താഴെഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന വൈക്കോലും പുല്ലും കുഞ്ഞു യേശു ജനിച്ച ലളിതമായ സാഹചര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇതിലൂടെ ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശമായ വിനയം, സ്നേഹം, സമാധാനം എന്നിവ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുൽക്കൂടിൻ്റെ തൊട്ടരികിലായി കാണുന്ന സാന്റാക്ലോസും സ്നോമാനും കൂടിച്ചേർന്ന ഒരു ക്രിസ്മസ് ഡെക്കോറാണ്. പച്ചയും ചുവപ്പും നിറങ്ങളോട് കൂടിയ ചെറിയ കുറച്ച് ലൈറ്റുകളും ഈ ഡെക്കോറിനെ കാണാൻ വളരെ ഭംഗിയുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്തായി മെറി ക്രിസ്മസ് എന്നെഴുതിയ ചെറിയ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ ഫോയറിലുള്ള ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ചെറിയ ഒരു ക്രിസ്മസ് ട്രീ എങ്കിലും വയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എനിക്ക് ക്രിസ്മസ് ട്രീസ് വെച്ചുള്ള ഡെക്കറേഷൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഇവിടെ ഒരുപാട് തരത്തിലുള്ള ക്രിസ്മസ് ട്രീസ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ട്രീ ഐക്കിയയിൽ നിന്ന് ഞാൻ ചെറിയൊരു വിലയ്ക്ക് വാങ്ങിച്ചതാണ്. അതിൽ കുറച്ച് ട്രീ ഓർണമെൻറ്റ്സ് കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ക്രിസ്മസ് കഴിയുമ്പോൾ നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ മാറ്റി ഒരു ഹോം ഡെക്കോറായി ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് ഫാബ്രിക് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ട്രീ ആണ്. സോഫ്റ്റ് ഫാബ്രിക് കൊണ്ട് ഉണ്ടാക്കിയതിനാൽ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീ ആണ്. ട്രീയിൽ കാണുന്ന ചുവപ്പ് ബെറീസ് വീടിനെ നല്ല സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കാൻ സഹായിക്കും. ഫാബ്രിക് ഉപയോഗിച്ചുണ്ടാക്കിയ ചെറിയ ഒരു റെഡ് കളർ ക്രിസ്മസ് ട്രീ ആണിത്. ഈ ട്രീയിൽ ജോയ് എന്ന വാക്ക് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നു. ക്രിസ്മസിൻ്റെ സന്തോഷവും പോസിറ്റീവ് വൈബും ഇത് കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഈ കാണുന്നത് ചുവപ്പ് നിറത്തിലുള്ള ഒരു ക്രിസ്മസ് ട്രക്കാണ്. അലുമിനിയം മെറ്റീരിയൽ ആണെങ്കിലും ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഡെക്കോറാണ്. ട്രക്കിൻ്റെ മുന്നിൽ കാണുന്ന ക്രിസ്മസ് റീത്ത് ക്രിസ്മസിൻ്റെ പരമ്പരാഗത അലങ്കാരത്തെയും സന്തോഷത്തെയും കാണിക്കുന്നു. ട്രക്കിൻ്റെ പുറകിൽ ഒരു ക്യൂട്ട് ഡോഗും അതിനൊപ്പം ഒരു ക്രിസ്മസ് ട്രീയും ഉണ്ട്. ഡോഗിനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു പ്ലേഫുൾ ടച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നു. ട്രീ കാണുമ്പോൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനെ ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ ട്രക്കിൻ്റെ വശത്ത് മെരി ക്രിസ്മസ് എന്ന എഴുത്ത് ഒരു ചിയർഫുൾ ഫെസ്റ്റീവ് മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ പോംപോം ത്രെഡ്, അതിനിടയിൽ വുഡ് ബീഡ്സ് എന്നിവ കൂടിച്ചേർത്ത് വളരെ മനോഹരമായി ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് ഗാർലൻഡ് ആണിത്. വളരെ ലളിതവും മനോഹരവുമായ ഒരു ക്രിസ്മസ് ഡെക്കോർ ആണ്. വുഡ് ബീഡ്സ് ഉള്ളതിനാൽ ഒരു നാച്ചുറൽ റസ്റ്റിക് ലുക്ക് കൂടി നമ്മുടെ റൂമിന് ലഭിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷൻ സ്പെഷ്യലാക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ഈ ഗാർലൻഡ്സ് നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീയിൽ, വാതിലിൽ, ജനാലയിൽ, ഷെൽഫിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് എൻ്റെ ഫോയറിലുള്ള ടേബിളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഫോയറിലുള്ള ടേബിളിലെ കാഴ്ചകൾ. ഇനി അതിന് ഓപ്പോസിറ്റ് സൈഡിലായി കുറച്ചധികം ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉണ്ട്. അവയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സാന്താക്ലോസ് സ്റ്റോക്കിംഗ് ഹോൾഡർ ക്രിസ്മസ് ഡെക്കോർ ആണ്. ആകർഷകമായ ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രത്യേകത. ഷെൽഫ്, ടേബിൾ എന്നിവയുടെ അരികിൽ വെച്ച് ക്രിസ്മസ് സ്റ്റോക്കിംഗ് സേഫായി തൂക്കാൻ ഇത് സഹായിക്കുന്നു. വെളുത്ത നിറത്തിലുള്ള ആക്സസറീസ് ഉള്ളതിനാൽ വീടിന് ഒരു എലിഗൻറ്റ് ക്ലീൻ ക്രിസ്മസ് ലുക്ക് നൽകുകയും ചെയ്യുന്നു. മറ്റൊരു ക്യൂട്ട് ക്രിസ്മസ് ഡെക്കോറാണ് റെയിൻഡിയർ. കഴുത്തിൽ ചുവന്ന റിബൺ കെട്ടിയിട്ടുണ്ട്. കൂടാതെ ചെറിയൊരു ഗോൾഡൻ ബെൽ കൂടി കൊടുത്തിട്ടുണ്ട്. കൊമ്പുകളായിട്ട് ക്യാൻഡി കെയിൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി ഒരു ചെറിയ മെറ്റൽ ഹൗസ് ആണിത്. ചുവന്ന റിബൺ, പ്രകൃതിദത്ത പൈൻകോൺ, ഹോളി ബെറി, ട്രീ ലീഫ് എന്നിവ ഒക്കെ വെച്ച് വളരെ മനോഹരമായി ഈ മെറ്റൽ ഹൗസ് അലങ്കരിച്ചിരിക്കുന്നു. അതുകൂടാതെ ഹൗസിനുള്ളിൽ ചെറിയ ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റൊരു ക്രിസ്മസ് ഗാർലൻഡാണ്. ചാക്കുനൂലിൽ നിർമ്മിച്ച വളരെ മനോഹരമായ ഒരു ക്രിസ്മസ് ഡെക്കോറാണിത്. പ്രകൃതിദത്തമായ പൈൻകോണും റൗണ്ട് വുഡ് പീസസും ട്രീ ലീഫും ഹോളി ബെറീസും ഒക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗാർലൻഡ് ഇവിടെ ഇട്ടപ്പോൾ തന്നെ നല്ലൊരു ക്രിസ്മസ് വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നു. തൊട്ടരികിലായി മറ്റൊരു നല്ല മെറി ക്രിസ്മസ് എന്നെഴുതിയ വളരെ ഭംഗിയുള്ള ഒരു വോൾ ഡെക്കോർ ആണുള്ളത്. ലളിതവും സുന്ദരവുമായ ക്രിസ്മസ് സന്തോഷ സന്ദേശം മനോഹരമായി അവതരിപ്പിക്കുന്ന നല്ലൊരു വുഡൻ ഫ്രെയിം ആണിത്.
തൊട്ടടുത്തായി മറ്റൊരു മനോഹരമായ സാന്റാ ഫേസ് വോൾ ഡെക്കറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വുഡ് ഫ്രെയിം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു സാന്താ ഫേസ് ആണ്. എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ഡെക്കോറാണിത്. ജോയ് ടു ദ വേൾഡ് എന്നെഴുതിയ മറ്റൊരു മനോഹരമായ വോൾ ഡെക്കോറാണിത്. ബെറി ബ്രാഞ്ചസും റിബൺ ബോയും ഈ വോൾ ഡെക്കോറിനെ കാണാൻ കൂടുതൽ അട്രാക്റ്റീവാക്കി മാറ്റിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ദാനത്തിൻ്റെയും നല്ലൊരു പ്രതീകമാണ് സാന്റാക്ലോസ്. ക്രിസ്മസിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമാണ് സാന്റ. ഈ സാന്റാക്ലോസ് ചുവപ്പും പച്ചയും നിറങ്ങളുള്ള നോർഡിക് ഡിസൈൻ സ്വെറ്റർ ധരിച്ചിരിക്കുന്നു. തലയിൽ നീളം കൂടിയ പോംപോം ഉള്ള തൊപ്പിയും ധരിച്ചിട്ടുണ്ട്. വെളുത്ത നിറത്തിലുള്ള കട്ടിയുള്ള താടിയും സ്നേഹപൂർണമായ മുഖഭാവവും ഈ സാന്റയ്ക്ക് പ്രത്യേക ആകർഷണം നൽകുന്നു. കയ്യിൽ കയ്യുറകൾ ധരിച്ച സാന്റ പിന്നിലൊരു സഞ്ചിയിൽ ചെറിയ പൈൻകോൺ ട്രീ ഇലകളും അവയിൽ നിറയെ ചുവന്ന ബെറീസും കാണാം. കാലുകളിൽ ഗ്രേ കളർ ഫ്ലഫി ബൂട്ടുകളും ചാക്കുനൂൽ ബോയും അതിനുള്ളിൽ ജിങ്കിൾ ബെൽസും തുന്നിച്ചേർത്തിരിക്കുന്നു. കൂടാതെ മഞ്ഞിൽ കൂടി തെന്നി മാറാൻ പറ്റുന്ന സ്കീയിങ് വുഡ് കാലുകളിലും സ്കീയിങ് സ്റ്റിക്ക് കയ്യിലും പിടിച്ചിരിക്കുന്നു. കണ്ണുകളിലെ മൃദുലമായ ഭാവം കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ സന്തോഷം ഉണർത്തുന്നു. ഇവിടെയാണ് എല്ലാ വർഷവും ഞാൻ എൻ്റെ ക്രിസ്മസ് ട്രീ വയ്ക്കുന്നത്. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്താൽ ആദ്യം കാണുന്നത് ഈ ട്രീ ആണ്. ഇത് ഒരു മൾട്ടി കളർ ലൈറ്റ്സോട് കൂടിയ ക്രിസ്മസ് ട്രീ ആയതിനാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ പല വലുപ്പത്തിലുള്ളതും പല കളറിലുള്ളതും കൂടാതെ വ്യത്യസ്തമായ ഷേപ്പുകളിലുള്ളതുമായ ട്രീ ഓർണമെൻറ്റ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ ട്രീക്ക് ഭംഗി കൂട്ടുന്നതിനായി ഒരു മൾട്ടി കളർ സ്റ്റാർ ട്രീ ടോപ്പർ കൂടി കൊടുത്തിരിക്കുന്നു. ഈ ട്രീ ഫുൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത് എൻ്റെ മക്കൾ രണ്ടാളും കൂടിയാണ്. എല്ലാ വർഷവും ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത് അവരാണ്. എൻ്റെ ട്രീയിൽ റെയിൻഡിയേഴ്സും ബേർഡ്സും റെഡ് കളർ ബോയും സാന്റാ ബൂട്ട്സും ഒക്കെ കൊടുത്ത വ്യത്യസ്തമായ ഒരു കളർഫുൾ ട്രീ ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കളർഫുൾ ട്രീ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് നല്ല കളർഫുള്ളായി തീരട്ടെ എന്ന് ഞാൻ ഈ ക്രിസ്മസ് രാവിൽ പ്രാർത്ഥിക്കുന്നു. ഇത്രയുമാണ് എൻ്റെ ഫോയറിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ്. പിന്നീട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ മുകളിലായി റെഡ് കളർ ബോയോട് കൂടിയ ഒരു സിൽവർ ബെൽ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി മിക്കി ആൻഡ് മിന്നി തീം ഉള്ള വാൾ ഹാങ്ങിങ് വീട്ടിലെ ഡെക്കറേഷൻസിന് നല്ല ഒരു ക്യൂട്ട് ആൻഡ് ഫെസ്റ്റീവ് ടച്ച് നൽകുന്നു. കൂടാതെ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് പോകുന്ന വഴിയിൽ ടിൻസൽ ഗാർലൻഡ്സ് കൊണ്ടുള്ള ബ്രൗൺ ആൻഡ് വൈറ്റ് ജിഞ്ചർ ബ്രെഡ് മാനാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോർത്ത് പോൾ എന്നെഴുതിയ മറ്റൊരു ടിൻസൽ ഗാർലൻഡ് ഡെക്കോർ ആണിത്. ഇത് കാണുമ്പോൾ നമുക്ക് നോർത്ത് പോളിലേക്ക് എൻ്റർ ചെയ്യുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവും. വളരെ ലളിതമായ രണ്ട് ക്രിസ്മസ് ഡെക്കോർ ആണെങ്കിലും ഇവ നമുക്ക് നല്ല ബ്രൈറ്റായ ക്രിസ്മസ് ലുക്ക് നൽകുന്നു. ഇവിടെ മറ്റൊരു സാന്റാക്ലോസ് ക്രിസ്മസ് ഡെക്കോർ കൊടുത്തിട്ടുണ്ട്. ഈ സാന്റ ചുവപ്പ് നിറത്തിൽ പ്ലേഡ് ഡിസൈൻ ഉള്ള കട്ടിയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. സാന്റയുടെ മുഖഭാവം വളരെ ശാന്തവും സ്നേഹപൂർണവുമാണ്. കണ്ണുകളിൽ കുട്ടികളോടുള്ള കരുണയും സന്തോഷവും പ്രകടമാണ്. ഒരു കയ്യിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമായ ഒരു ചെറിയ ടെഡി ബിയർ പിടിച്ചിരിക്കുന്നത് ക്രിസ്മസ് കാലത്ത് കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന സാന്റയെ ഓർമ്മിപ്പിക്കുന്നു. മറ്റേ കയ്യിൽ ഹോട്ട് ചോക്ലേറ്റും കാൻഡി കെയിൻ സ്ട്രോയും കൊടുത്തിട്ടുണ്ട്. ഇനി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് ഡെക്കോർ കാണാം. മറ്റൊന്നുമല്ല, ഇതൊരു വളരെ വ്യത്യസ്തവും ക്യൂട്ടുമായ ഒരു ക്രിസ്മസ് സാന്റ നോം അലങ്കാര പ്രതിമയാണ്.
ഇത് സാധാരണ സാന്റാക്ലോസിൽ നിന്ന് അല്പ വ്യത്യസ്തമായ ഒരു ഡിസൈനിലാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖം മുഴുവൻ കാണിക്കാതെ താടി മാത്രം കാണിക്കുന്ന ഈ സ്റ്റൈൽ വളരെ ട്രെൻഡായ സ്കാൻഡിനേവിയൻ നോം സാന്റ ഡിസൈൻ ആണ്. അതുകൂടാതെ ചെറിയ ഒരു ക്രിസ്മസ് ട്രീയും താഴെ നൽകിയിരിക്കുന്നു. ഇത് വളരെ സിമ്പിളും എലിഗൻറ്റുമായ ഒരു ക്രിസ്മസ് റൂം ഡെക്കറേഷൻ ആണ്. കൃത്രിമ പൈൻകോണും ഇലകളും ചേർത്ത് ഒരുക്കിയ ഒരു ചെറിയ ക്രിസ്മസ് പ്ലാന്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. പച്ച നിറത്തിലുള്ള വിവിധ തരത്തിലുള്ള ഇലകൾ ചേർന്നിരിക്കുന്നതിനാൽ ഇതൊരു നാച്ചുറൽ ക്രിസ്മസ് ഫീൽ നൽകുന്നു. മഞ്ഞ് തുള്ളി വീണ വനമേഖലയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഡിസൈൻ. ചുവന്ന ബെറി അലങ്കാരങ്ങളും പൈൻ കോണും ജൂട്ട് ബാഗ് ഡിസൈൻ ഡെക്കറേഷനെ കൂടുതൽ കോസിയും ഹോംലി ഫീലും ഉള്ളതാക്കുന്നു. ഈ കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഡൈനിങ് ഏരിയയെ വളരെ ക്ലാസിക്കായും എലിഗൻ്റായും മാറ്റുന്ന ഒരു ക്രിസ്മസ് സ്റ്റോക്കിംഗ് ഡെക്കറേഷനാണ്. ഇവിടെ കാണുന്നത് ഒരു വുഡൻ ഡിസൈൻ ഉള്ള ഗ്ലാസ് ക്രോക്കറി ഷെൽഫ് ആണ്. ഈ ക്യാബിനറ്റിൻ്റെ മുകളിലൂടെ ഒരു ക്രിസ്മസ് ഗാർലൻഡ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഗാർലൻഡിനൊപ്പം മൾട്ടിപ്പിൾ കളർ ലൈറ്റുകളും ഗാർലൻഡിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. രാത്രിയിൽ ഇത് തെളിയുമ്പോൾ വളരെ മനോഹരമായ ഒരു വാം ക്രിസ്മസ് ഫീൽസ് നമുക്ക് കിട്ടുന്നു. അതിന് തൊട്ടടുത്തായി ഇവിടെയാണ് നമ്മുടെ പ്രെയർ ടേബിൾ ഒരുക്കിയിരിക്കുന്നത്. ആ ടേബിളിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഒരു ചെറിയ ക്രിസ്റ്റൽ പുൽക്കൂടാണ്. ഉണ്ണിയേശുവും മാതാവും യൗസേപ്പിതാവും വളരെ സുന്ദരമായ ക്രിസ്റ്റൽ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നു. ഈ ചെറിയ സ്വിച്ച് പ്രസ് ചെയ്താൽ അതിമനോഹരമായ ഒരു സോങ് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. ഇവിടെ കോർണർ ടേബിളിൻ്റെ മുകളിലായി ഞാൻ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മോൾക്ക് അവളുടെ ടീച്ചർ ക്രിസ്മസിന് ഗിഫ്റ്റായിട്ട് നൽകിയതാണ്. ഇതിനുള്ളിൽ ഒരു സാന്റാക്ലോസും ചെറിയൊരു സ്നോമാൻ, അതുകൂടാതെ ചെറിയൊരു ക്രിസ്മസ് ട്രീയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് ഞാൻ കുറച്ച് ക്രിസ്മസ് ട്രീസ് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്രിസ്മസ് ട്രീസും ഈ സ്റ്റോക്കിങ്സും ഒക്കെ വാങ്ങിച്ച് വീട് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ഇത് കടയിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. പിന്നെ അടുത്തത് ഞങ്ങളുടെ ലിവിങ് റൂമിലുള്ളതാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഫോയറിലെ കൂടാതെ നമുക്ക് ഇവിടെ ലിവിങ് റൂമിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ആ ക്രിസ്മസ് ട്രീ. വെള്ള കളറുള്ള ക്രിസ്മസ് ട്രീ ആണേ. ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. വളരെ മനോഹരമായ ഒരു റെയിൻഡിയർ അലങ്കാരമാണിത്. ചുവപ്പും പച്ചയും വെള്ളയും ചേർന്ന നെയ്ത്ത് ഡിസൈൻ ഉള്ള തുണിയിൽ തയ്യാറാക്കിയ 2 റെയിൻഡിയേഴ്സ് ആണിത്. കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന സ്കാർഫും അതിനൊപ്പം ചെറിയ ചുവന്ന ബെറികളും പച്ച ഇലകളും നല്ലൊരു ഫെസ്റ്റീവ് ടച്ച് ഇതിന് നൽകുന്നു. ഇത് വളരെ മനോഹരമായ ഒരു വൈറ്റ് കളർ ക്രിസ്മസ് ട്രീ ആണിത്. ഈ ട്രീ കാണുമ്പോൾ നമുക്ക് ക്രിസ്മസ് കാലത്തെ തണുപ്പും മഞ്ഞ് വീണുറഞ്ഞ നോർത്ത് പോളും ഓർമ്മ വരും. ഈ ട്രീ ഞാൻ എൻ്റെ ലിവിങ് റൂമിലാണ് വച്ചിരിക്കുന്നത്. ഈ ട്രീയിൽ ഞാൻ ഗോൾഡൻ കളർ ഓർണമെൻറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ ട്രീയിലെ LED ലൈറ്റ് മഞ്ഞ കളറിലും മൾട്ടി കളറിലും വർക്ക് ചെയ്യുന്നു. അത് രാത്രി കാലങ്ങളിൽ ഈ ട്രീ കാണാൻ വളരെ ഭംഗിയുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. ഈ ട്രീയുടെ താഴെ ഭാഗത്തായി ഒരു നല്ല ചുവപ്പും വെളുപ്പും ഡിസൈനോട് കൂടിയ ഒരു ട്രീ സ്കേർട്ട് വെച്ച് ഞാൻ പൊതിഞ്ഞിരിക്കുന്നു. ഇവ നമുക്ക് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വയ്ക്കാനും ഫോട്ടോകൾ എടുക്കുമ്പോൾ അവ വളരെ മനോഹരമാക്കാനും സഹായിക്കുന്നു. കൂടാതെ ട്രീയുടെ സൈഡിലായി വാതിലിൽ നല്ലൊരു ഗാർലൻഡ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ട്രീക്ക് സമീപമായി വളരെ മനോഹരമായ ഒരു വുഡൻ സ്നോമാനെ കൊടുത്തിരിക്കുന്നു. സ്നോമാന് മുകളിലായി ഫാബ്രിക് പീസസ് കൊണ്ടുണ്ടാക്കിയ വളരെ ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണിത്. ചെറിയ റിബൺ ഫാബ്രിക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തൊട്ടരികിലായി സാന്റാക്ലോസും പപ്പിക്കുട്ടിയും കൂടി ചേർന്ന ഒരു ചെറിയ ക്രിസ്മസ് ഡെക്കോറാണിത്. ഈ ജിഞ്ചർബ്രെഡ് ഹൗസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെൻ്റെ മൂത്ത മോളുണ്ടാക്കിയതാണ്. ഇത് ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. പുറകിൽ കുറച്ച് ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലേ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇഷ്ടപ്പെട്ടോ?
തൊട്ടടുത്തായിട്ട് നല്ലൊരു ക്രോഷേ പോട്ടോട് കൂടിയ മനോഹരമായ ഒരു പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീ ആണിത്. ഈ ഇലകളിൽ സ്നോയും അതുകൂടാതെ റെഡ് ബെറീസും കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. പിന്നെ തൊട്ട് താഴെയായി മറ്റൊരു ഡെക്കോർ കാണുന്നത് ചുവപ്പ് നിറത്തിലുള്ള വുഡൻ ക്രിസ്മസ് ട്രീ ആണ്. കൂടാതെ പച്ച കളറുള്ള ട്രീ ടോപ്പറും വൈറ്റ് കളറിലുള്ള സ്നോ ഫ്ലേക്സും കൊടുത്ത് വളരെ മനോഹരമായി പെയിൻറ് ചെയ്തിരിക്കുന്നു. തൊട്ട് മുകളിലായി ചുവപ്പ് നിറത്തിലുള്ള വളരെ മനോഹരമായ പോയിന്റ് സെറ്റിയ പൂക്കൾ കൊണ്ടുള്ള ഈ ഡെക്കോർ ക്രിസ്മസ് ആഘോഷങ്ങളുടെ സന്തോഷവും ഊഷ്മളതയും ഒരുമിച്ച് നൽകുന്നു. ഈ പൂക്കൾ കൊടുത്തിരിക്കുന്നത് ബ്രൗൺ നിറത്തിലുള്ള പൂവൻ ബാസ്ക്കറ്റിലാണ്. നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പറായിട്ടും ഫെസ്റ്റീവ് ടൈമിൽ ഇത് കൊടുക്കാൻ സാധിക്കും. ക്രിസ്മസ് ഡെക്കോറിൽ പ്രത്യേക സ്ഥാനം നേടിയ പൂക്കളിലൊന്നാണ് ഇത്. ഈ കോർണർ ഷെൽഫിലും ഞാൻ കുറച്ച് ക്രിസ്മസ് ട്രീസ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് നൈറ്റ് ടൈമിലുള്ള എൻ്റെ പുൽക്കൂട്. കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ട് പുൽക്കൂട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ തൊട്ടരികിലായിട്ട് ക്രിസ്മസ് ട്രീയും നൈറ്റ് ടൈമിൽ എങ്ങനെയാണ് മനോഹരമായിട്ടിരിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏത് ക്രിസ്മസ് ഡെക്കോറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അതുകൂടാതെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. Now bring us some figgy pudding. Now bring us some figgy pudding. Now bring us some figgy pudding and bring it out here. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. For we all like figgy pudding. For we all like figgy pudding. For we all like figgy pudding. So bring it out here. The tidings we bring to you and your kin. We wish you a അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി ഇനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.